ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് PSC മലയാളം സന്ധികളെ കുറിച്ചാണ്. നമുക്ക് ഓരോ സന്ധിയെക്കുറിച്ചും വിശദമായി പഠിക്കാം. എന്താണ് സന്ധി? മലയാള വ്യാകരണത്തിൽ വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് സന്ധി എന്ന് വിളിക്കുന്നത്. അതായത് മലയാള വ്യാകരണത്തിൽ രണ്ട് വാക്കുകൾ തമ്മിൽ ചേർന്ന് ഒരു പുതിയ വാക്കുണ്ടാകും. അപ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ് സന്ധി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സന്ധികൾ പ്രധാനമായും 4 തരത്തിലുണ്ട്: ലോപസന്ധി, ആഗമനസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി എന്നിവയാണവ. ഇവയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. എന്താണ് ലോപസന്ധി? രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഒരക്ഷരമോ ശബ്ദമോ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ലോപസന്ധി. അതായത് മലയാളത്തിൽ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് ഒരക്ഷരമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ശബ്ദമോ നഷ്ടപ്പെടുകയാണെങ്കിൽ അത്തരം സന്ധികളെ നമുക്ക് ലോപസന്ധി എന്ന് പറയാം. ഉദാഹരണം നോക്കാം. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ തണുപ്പ് പ്ലസ് ഉണ്ട്, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട വാക്ക് ഏതാണ്? ഉ ആണ്. ഉ നഷ്ടപ്പെട്ടു, ഉ ലോപിച്ചു പോയി. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. പച്ച പ്ലസ് അരി, പച്ചരി. ആ എന്ന പദം ലോപിച്ചു പോയി, അല്ലെങ്കിൽ ആ എന്ന ശബ്ദം നഷ്ടപ്പെട്ടു പോയി. ഇത്തരം സന്ധികളെയാണ് നമുക്ക് ലോപസന്ധി എന്ന് പറയുന്നത്. നമുക്ക് ലോപസന്ധിയുടെ കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. മണ്ണ് പ്ലസ് ഉണ്ട്, മണ്ണുണ്ട്. ഉ ലോപിച്ചു പോയി. കാറ്റ് പ്ലസ് ഏറ്റു, എ ലോപിച്ചു പോയി, കാറ്റേറ്റ്. പൂവ് പ്ലസ് ഇല്ല, പൂവില്ല. ഈ എന്ന പദം അല്ലെങ്കിൽ ഈ എന്ന ശബ്ദം ലോപിച്ചു പോയി. നാട് പ്ലസ് ആകെ, നാടാകെ. ആ എന്ന ശബ്ദം ലോപിച്ചു പോയി. തേൻ പ്ലസ് ഉണ്ട്, തേനുണ്ട്. ഉ എന്ന പദം ലോപിച്ചു പോയി. കണ്ണ് പ്ലസ് ഇല്ല, കണ്ണില്ല. ഈ എന്ന പദം അല്ലെങ്കിൽ ഈ എന്ന ശബ്ദം ലോപിച്ചു പോയി. അവൻ പ്ലസ് ഇല്ല, അവനില്ല. ഈ എന്ന പദം ഈ എന്ന ശബ്ദം ലോപിച്ചു പോയി. ആന പ്ലസ് ഉണ്ട്, ആനയുണ്ട്. ഉ എന്ന പദം ലോപിച്ചു പോയി. മലൈ പ്ലസ് നാട്, മലനാട്. മലനാട്. എയ് എന്ന പദം ലോപിച്ചു പോയി. വിലയില്ല, വിലൈ പ്ലസ് ഇല്ല. ഈ എന്ന പദം ലോപിച്ചു പോയി. തലയില്ല, തലൈ പ്ലസ് ഇല്ല, തലയില്ല. ഈ എന്ന പദം ലോപിച്ചു പോയി. പലവിധം, പല പ്ലസ് വിധം. വി എന്ന പദം പല വിധം, പല. ആ എന്ന പദം ലോപിച്ചു പോയി. ചൊല്ലു പ്ലസ് ഇല്ല, ചൊല്ലില്ല. ഈ എന്ന പദം ലോപിച്ചു പോയി. പോയി പ്ലസ് ഇല്ല, പോയില്ല. ഈ എന്ന പദം ലോപിച്ചു പോയി. വന്നു പ്ലസ് അല്ല, വന്നില്ല. വന്നു പ്ലസ് അല്ല, വന്നല്ല, വന്നല്ല. ആ എന്ന പദം ലോപിച്ചു പോയി. കാട് പ്ലസ് ആറ്, കാടാറ്. ആ എന്ന പദം ലോപിച്ചു പോയി. ഊണ് പ്ലസ് ഇല്ല, ഊണില്ല. ഈ എന്ന പദം ലോപിച്ചു പോയി. വന്നു പ്ലസ് ഇല്ല, വന്നില്ല, വന്നില്ല. ഈ എന്ന പദം ലോപിച്ചു പോയി. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. ഈ ലോപിച്ചു. പാല് പ്ലസ് ഉണ്ട്, ഊ ലോപിച്ചു, പാലുണ്ട്. കാറ്റ് പ്ലസ് അടിച്ചു, കാറ്റടിച്ചു. ആ ലോപിച്ചു. വീട് പ്ലസ് ഇല്ല, വീടില്ല. ഈ ലോപിച്ചു. പേര് പ്ലസ് ഇല, പേരിൽ. ഈ ലോപിച്ചു. അങ്ങ് പ്ലസ് ഉണ്ടോ, അങ്ങുണ്ടോ. ഉ ലോപിച്ചു. കൊടുത്തു പ്ലസ് ഇല്ല, കൊടുത്തില്ല. ഈ ലോപിച്ചു. വരിക പ്ലസ് എടോ, വരികെടോ. എ ലോപിച്ചു. ഇത്രയുമാണ് ലോപസന്ധിക്ക് ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് ആഗമ സന്ധി നോക്കാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായൊരു വർണ്ണം വന്നു ചേരുന്നതിനെ ആഗമസന്ധി എന്ന് പറയുന്നു. അതായത് രണ്ട് വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായൊരു
വാക്ക്, രണ്ട് വാക്കുകൾ തമ്മിൽ ചേർന്ന് പുതുതായി ഒരു വാക്ക് ഉണ്ടാകുമ്പോൾ അവിടെ പുതിയൊരു പദം അല്ലെങ്കിൽ പുതിയൊരു വാക്ക് വരും. രണ്ട് വർണ്ണങ്ങൾ അല്ലെ രണ്ട് പദങ്ങൾ തമ്മിൽ ചേർന്ന് പുതിയൊരു പദം ഉണ്ടാകുമ്പോൾ അവിടെ പുതിയൊരു അക്ഷരം വന്നു ചേരും. നമുക്ക് ഉദാഹരണം നോക്കാം. തീ പ്ലസ് അണഞ്ഞു, തീ അണഞ്ഞു. അവിടെ ആക്കി പകരം ആര് വന്നു? യാ വന്നു. പന പ്ലസ് ഓല, പനയോല. ഓ പോയി, യാ വന്നു, പനയോല. കൈ പ്ലസ് ഒപ്പ്, കയ്യൊപ്പ്. ഓ പോയി, യോ വന്നു. കിളി പ്ലസ് ഇരുന്നു, കിളിയിരുന്നു. ഈ പോയി, ഈ വന്നു. വഴി പ്ലസ് അരികിൽ, വഴിയരികിൽ. അവിടെ ആ പോയി, യാ വന്നു. മുറി പ്ലസ് അകം, മുറിയകം. ആ പോയി, യാ വന്നു. മാല പ്ലസ് ഇട്ടു, ഈ പോയി, ഏത് വന്നു? മാല പ്ലസ് ഇട്ടു, മാല ഇട്ടു. അപ്പം ഈ പോയി, യാ വന്നു. തന്നെ മറ്റു ഉദാഹരണങ്ങൾ നോക്കാം. വണ്ടി പ്ലസ് ഏറി, വണ്ടിയേറി. ഏ പോയി, യാ വന്നു. കുതിര പ്ലസ് ഓട്ടം, കുതിരയോട്ടം. മണി പ്ലസ് അടിച്ചു, മണിയടിച്ചു. കാപ്പി പ്ലസ് ഒഴിച്ചു, കാപ്പി ഒഴിച്ചു. തത്ത പ്ലസ് ആണ്, തത്തയാണ്. തുണി പ്ലസ് ഇട്ടു, തുണിയിട്ടു. കല പ്ലസ് അറിഞ്ഞു, കലയറിഞ്ഞു. പൂച്ച പ്ലസ് ആണ്, പൂച്ചയാണ്. ഇല പ്ലസ് ഇട്ടു, ഇലയിട്ടു. ഇതൊക്കെ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. തല പ്ലസ് അറുത്തു, തലയറുത്തു. മാള പ്ലസ് മാളയും. ഗിരി പ്ലസ് ഏറി, ഗിരിയേറി. കവിത പ്ലസ് ആണ്, കവിതയാണ്. നദി പ്ലസ് അരികിൽ, നദിയരികിൽ. വാഴ പ്ലസ് ഇല്ല, വാഴയില്ല. ചേല പ്ലസ് ഉടുത്തു, ചേലയുടുത്തു. സീത പ്ലസ് ആണ്, സീതയാണ്. വണ്ടി പ്ലസ് ആകെ, വണ്ടിയാകെ. കിളി പ്ലസ് അഞ്ച്, കിളി അഞ്ച്. മിഴി പ്ലസ് അടച്ചു, മിഴി അടച്ചു. പിടി പ്ലസ് അയച്ചു, പിടി അയച്ചു. പടി പ്ലസ് ഇറങ്ങി, പടി ഇറങ്ങി. അടി പ്ലസ് അടിച്ചു, അടി അടിച്ചു. തടി പ്ലസ് എടുത്തു, തടി എടുത്തു. നുണ പ്ലസ് ആണ്, നുണയാണ്. കട പ്ലസ് ആണ്, കടയാണ്. പൂ പ്ലസ് അമ്പ്, പൂവമ്പ്. തിരു പ്ലസ് ഓണം, തിരുവോണം. പൂ പ്ലസ് ഇതൾ, പൂവിതൾ. ഗുരു പ്ലസ് അരുൾ, ഗുരുവരുൾ. പശു പ്ലസ് ആണ്, പശുവാണ്. ഭൂ പ്ലസ് അധികം, ഭൂവധികം. വധു പ്ലസ് ആണ്, വധുവാണ്. ശിശു പ്ലസ് ആണ്, ശിശുവാണ്. വിഭു പ്ലസ് ആണ്, വിഭുവാണ്. തരു പ്ലസ് അഗ്രം, തരുവഗ്രം. ഇത്രയൊക്കെയാണ് ആഗമസന്ധിക്ക് ഉദാഹരണങ്ങൾ. കുറച്ചുകൂടി നമുക്ക് നോക്കാം. പ്രഭു പ്ലസ് ആണ്, പ്രഭുവാണ്. തരു പ്ലസ് ആണ്, തരുവാണ്. ഭാനു പ്ലസ് ഉദയം, ഭാനുവുദയം. വാസു പ്ലസ് ആണ്, വാസുവാണ്. വേണു പ്ലസ് ഊതി, വേണുവൂതി. മധു പ്ലസ് ആണ്, മധുവാണ്. ഋതു പ്ലസ് ആണ്, ഋതുവാണ്. ജന്തു പ്ലസ് ആണ്, ജന്തുവാണ്. ഇവിടെയൊക്കെ ആക്കി പകരം വായാണ് വരുന്നത്. ലഘു പ്ലസ് ആണ്, ലഘുവാണ്. പിതാ പ്ലസ് ആണ്, പിതാവാണ്. അടുത്തത് ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി. ഇപ്പൊ രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പം അതിൽ നിന്ന് പോയിട്ട് പകരം വേറെ ഒന്ന് വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന്, ഭയം പ്ലസ് ഇല്ല, ഭയമില്ല. ഇവിടെ യായും മായും, അതായത് ഈ പോയി മാ വന്നു. ഭയമില്ല, ഇവിടെ പ്ലസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ഭയം പ്ലസ് ഇല്ല, ഭയമില്ല. അപ്പൊ ഭയം ഇല്ല, ഭയമില്ല. ഈ പോയി എന്ത് വന്നു? മാ വന്നു. പണം പ്ലസ് ഉണ്ട്, പണം പ്ലസ് ഉണ്ട്. പണമുണ്ട്. അപ്പൊ ഊക്ക് പകരം മാ വന്നു. നാടകം പ്ലസ് എഴുത്ത്, നാടകം എഴുത്ത്. നാടകം എഴുതി എന്നല്ല, നാടകം എഴുത്ത്. അപ്പൊ ഏക്ക് പകരം മാ വന്നു. അതാണ് എന്ത്? ആദേശസന്ധി. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയി അതിന് പകരം, അല്ലെ ഒരു വാക്ക് പോയി അതിന് പകരം മറ്റു വാക്ക് വരുന്നത്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. തത് പ്ലസ് സമം, തത്സമയം. സാ പോയി, തായും സായും. തത്സമയം. വാക് പ്ലസ് മയം, വാക്മയം. സത് പ്ലസ് ജന, സഞ്ജന. ജ, സഞ്ജന.
ചിത് പ്ലസ് മയം ചിന്മയം, മാ പോയി പുതിയ മ എന്ന വാക്ക് വന്നു. ജഗത് പ്ലസ് ഈശ്വരൻ ജഗദീശ്വരൻ, ഈ പോയി ദാ വന്നു. വിൽ പ്ലസ് പന വിൽപ്പന, പായായി. നെൽ പ്ലസ് മണി നെന്മണി, എൽമണി നെന്മ, പുതിയ പദം വന്നു. കൽ പ്ലസ് മതിൽ കന്മതിൽ, മാ പോയി മാ വന്നു. കന്മതിൽ. നൽ പ്ലസ് പദ നൽ പ്ലസ് പത് 40, പതാണ് 40. അപ്പം 40 LL 40. പൊൻ പ്ലസ് പണം പൊൻപണം, ബാ വന്നു. വൻ പ്ലസ് പുലി പാ പോയി ബാ വന്നു, വമ്പുലി. വെൺ പ്ലസ് ചാമരം ചാ പോയി ജാ വന്നു, വെഞ്ചാമരം. വൻ പ്ലസ് കാട് കാ പോയി ഗാ വന്നു, കാ പോയി ഗാ വന്നു. കൂടുതൽ ഉദാഹരണം നോക്കാം. പൊൻ പ്ലസ് കതിർ പൊങ്കതിർ, കാ ഗായായി. നൽ പ്ലസ് നൂൽ നൂ നൽനൂൽ. കൽ പ്ലസ് തൂണ് തൂ ആയി കത്തൂണ്. പുൽ പ്ലസ് തകിടി പുൽത്തകിടി പുത്തകിടി എന്നും പറയും, താ വന്നു. മുൾ പ്ലസ് ചെടി മുൾച്ചെടി അല്ലെ മുച്ചെടി, ചാ വന്നു. കൺ പ്ലസ് പാർത്തു കൺപാർത്തു അല്ലെ കമ്പാർത്തു, ബാ വന്നു. പെൺ പ്ലസ് പട പെമ്പട, ബാ വന്നു. തൻ പ്ലസ് പേര് തൻ പേര്. തൃ പ്ലസ് കണ്ണ് കാ വന്നു, തൃക്കണ്ണ്. മൻ പ്ലസ് മതം മന്മതം, മാ വന്നു. മുൻ പ്ലസ് കൂട്ടി മുൻകൂട്ടി. പൊൻ പ്ലസ് കുടം പൊൻകുടം അല്ലെ പൊൻകുടം. വൻ പ്ലസ് കൂട് വങ്കൂട്. എൻ പ്ലസ് മനം എൻ മനം. വെൺ പ്ലസ് ഇളനീർ വെണ്ണിളനീർ. കൽ പ്ലസ് മഴ കന്മഴ. തൻ പ്ലസ് കുട തങ്കുട. ഇതൊക്കെ പുതിയ പദം വന്നതാണ്, അതാണ് ആഗമസന്ധി. കൂടുതൽ ഉദാഹരണം നോക്കാം. സമയം പ്ലസ് സമയവും. കാലം പ്ലസ് പോവാണ് കാലവും. ഗുണം പ്ലസ് ഗുണവും, ഇവിടെയൊക്കെ പ്ലസ് ഉണ്ട്. കാലം പ്ലസ് ഗുണം പ്ലസ് ഗുണവും. കുലം പ്ലസ് കുലവും. രൂപം പ്ലസ് രൂപവും. ലോകം പ്ലസ് ലോകവും. എന്ന പദം. മനസ്സും പ്ലസ് മനസ്സും. താളം പ്ലസ് അയഞ്ഞു താളമയഞ്ഞു, മ. സമയം പ്ലസ് ഇല്ല സമയമായില്ല, സമയമില്ല. സമയം പ്ലസ് ആയില്ല സമയമായില്ല, മ. കുഞ്ഞും പ്ലസ് ആയി കുഞ്ഞുമായി, കുഞ്ഞും പ്ലസ് ആയി കുഞ്ഞുമായി. സന്ധി നോക്കാം. അടുത്ത സന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ട് പദങ്ങൾ ചേരുമ്പം ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, മഴ പ്ലസ് കാർ മഴക്കാർ. തലക്കെട്ട് കെ തലക്കെട്ട്, പുതിയ വർണ്ണം ആവർത്തിച്ചു. പുതുകവിത പുതുക്കവിത. ക ആവർത്തിച്ചു. ചെറു പ്ലസ് കഥ ചെറുകഥ. വഴി പ്ലസ് കാട്ടി വഴിക്കാട്ടി, ക ആവർത്തിച്ചു. പൂ പ്ലസ് കുല പൂക്കുല, കു വന്നു. തിരു പ്ലസ് കാഴ്ച തിരുക്കാഴ്ച. അതായത് ഒരു പദം എന്ത് ചെയ്യുക, ക ഖ ആവുക, കെ ഖേ ആവുക, ക ഖ ആവുക. അപ്പം രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം അതിലൊരു വർണ്ണം എന്ത് ചെയ്യുക, അല്ലെ അതിലൊരു വാക്ക് ഒരു വേർഡ് ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദ്വിത്വസന്ധി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കൂടുതൽ ഉദാഹരണം നോക്കാം. കൈ പ്ലസ് ചങ്ങല കൈച്ചങ്ങല, ച ഇരട്ടിച്ചു. തല പ്ലസ് ചോറ് തലച്ചോറ്, ച ഇരട്ടിച്ചു. മറു പ്ലസ് ചോദ്യം മറുചോദ്യം, ച ഇരട്ടിച്ചു. പുതു പ്ലസ് ചിരി പുതുച്ചേരി, ച ഇരട്ടിച്ചു. കരി പ്ലസ് ചട്ടി കരിച്ചട്ടി, ച ഇരട്ടിച്ചു. വാഴ പ്ലസ് ചുണ്ട് വാഴച്ചുണ്ട്, ച ഇരട്ടിച്ചു. തേൻ പ്ലസ് ചായ തേൻ ചായ. നീലം പ്ലസ് ചായം നീലച്ചായം. പല പ്ലസ് ചരക്ക് പലചരക്ക്. തല പ്ലസ് പാവ് തലപ്പാവ്. പുതു പ്ലസ് പണം പുതുപ്പണം. മഴ പ്ലസ് പെയ്ത്ത് മഴപ്പെയ്ത്ത്. ഇത്രയാണ് എന്ത് സന്ധികൾ. 4 സന്ധികൾ നമ്മൾ പഠിച്ചു. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.